സൗദി അറേബ്യയ്ക്ക് അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനം F-35 വിൽക്കാൻ അമേരിക്കയുടെ തീരുമാനം. $148 ബില്യൺ ഇടപാട്. വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ചൈന സ്വന്തമാക്കുമെന്ന പെന്റഗൺ റിപ്പോർട്ടിനിടെയാണ് വിമാനങ്ങൾ വിൽക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ഒരു വിമാനത്തിന് $100 മില്യൺ വില. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിനിടെയാണ് സുപ്രധാന തീരുമാനം. സൗദി ഏറെക്കാലമായി വിമാനം ആവശ്യപ്പെട്ടു വരികയാണ്. മധ്യേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് F-35 വിമാനം അമേരിക്ക നൽകിയിട്ടുള്ളത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് UAEക്ക് വിമാനങ്ങൾ വിൽക്കാൻ കരാറ് ഒപ്പിട്ടെങ്കിലും പിന്നീട് വന്ന ബൈഡൻ ഭരണകൂടം നിലപാട് കടുപ്പിച്ചതോടെ വിമാനങ്ങൾ കൈമാറിയില്ല. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കലാണ് യുദ്ധവിമാന കരാറിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. സൗദി അറേബ്യയെ മഹത്തായ സഖ്യകക്ഷി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. Yeah, no, I am planning on doing that. Yeah. They want to buy. They've been a great ally. They've got to like us very much. Look at the Iran situation, what we did in terms of obliterating, we obliterated their nuclear capability. Yeah, I will say that we will be doing that. We'll be selling F-35s. സൗദി അറേബ്യയ്ക്ക് അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനം F-35 വിൽക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. $148 മില്യൺ ഇടപാട്. വിമാനത്തിന്റെ സാങ്കേതിക വിദ്യ ചൈന സ്വന്തമാക്കുമെന്ന പെന്റഗൺ റിപ്പോർട്ടിനിടയിലാണ് വിമാനങ്ങൾ വിൽക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ഒരു വിമാനത്തിന് $100 മില്യൺ വില വരുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിനിടെയാണ് സുപ്രധാനമായ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. സൗദി ഏറെക്കാലമായി വിമാനം ആവശ്യപ്പെട്ടു വരികയാണ്. മധ്യേഷ്യയിൽ ഇസ്രായേലിന് മാത്രമാണ് F-35 വിമാനം അമേരിക്ക നൽകിയിട്ടുള്ളത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് UAEക്ക് വിമാനങ്ങൾ വിൽക്കാൻ കരാർ ഒപ്പിട്ടെങ്കിലും പിന്നീട് വന്ന ബൈഡൻ ഭരണകൂടം നിലപാട് കടുപ്പിച്ചതോടെ വിമാനങ്ങൾ കൈമാറിയില്ല. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കലാണ് യുദ്ധവിമാനം കരാറുകൊണ്ട് ട്രംപ് ലക്ഷ്യമിടുന്നത്. സൗദി അറേബ്യയെ മഹത്തായ സഖ്യകക്ഷി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്.